ഈ വേനൽ ചൂടിൽ കുടിക്കാൻ പറ്റുന്ന റിഫ്രഷിംഗ് ആയിട്ട് ഒരു മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി നോക്കിയാലോ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഈ ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ രണ്ട് പനന്തൊങ്ക് എടുത്തിട്ടുണ്ട്. പനന്തൊങ്ക് വെച്ചിട്ടാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് റോഡ് സൈഡിൽ അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈസിലി ആയിട്ട് അവൈലബിൾ ആണ് ഈ ഒരു പനന്തൊങ്ക്. നമുക്ക് ഇതിന്റെ പുറം ഭാഗത്തെ ഈ ഒരു ലെയർ കൈകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് മാറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് തൊലി മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഒരു നൊങ്കിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കണം. ഇത് നുറുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരും കേട്ടോ. നമ്മൾ കരിക്കിലൊക്കെ വെള്ളം വരുന്നത് പോലെ തന്നെ. അപ്പോൾ ആ വെള്ളം കളയാൻ പാടില്ല കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള പനന്നൊങ്ക് അതിലുള്ള ജ്യൂസോട് കൂടി തന്നെ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസമൊക്കെ വരുത്താട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഒരുപാട് ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് നന്നായിട്ട് തണുപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഞാനിവിടെ കാച്ചി ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. മധുരം ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് വേണമെങ്കിലും ഇത് അടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. കരിക്ക് മിൽക്ക് ഷേക്കിനേലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.